സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. 100 ചോദ്യങ്ങളാണുള്ളത്. ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മലയാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏതാണ്? ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ്. ഉറുദു ഭാഷ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആര്? ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ ആണ്. ടാഗോർ. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ഏത് ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ഡിസംബർ 23 കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ഡിസംബർ 23. ഡിസംബർ 23 ഇന്ത്യയിലെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. ഡിസംബർ 23 ഇന്ത്യയിലെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ ആരുടേതാണ്? മൈൻഡ് മാസ്റ്റർ വിശ്വനാഥ് ആനന്ദ്. വിശ്വനാഥ് ആനന്ദിന്റെ ആത്മകഥയാണ് മൈൻഡ് മാസ്റ്റർ. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത ആര്? പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിതയാണ് GS ലക്ഷ്മി. ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിത ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ ഗണിത ശാസ്ത്ര ദിനം എസ് രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിത ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 22 ദേശീയ ഗണിത ശാസ്ത്ര ദിനം. ആരുടെ ജന്മദിനമാണ്? എസ് രാമാനുജന്റെ ജന്മദിനമാണ്. കേരള ചരിത്രത്തിൽ മാക്കോദൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം, മാക്കോദൈ എന്നും അറിയപ്പെട്ടിരുന്നത് മഹോദയപുരമാണ്. മഹോദയപുരം. പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് DNA ടെസ്റ്റ് ആണ്. DNA ടെസ്റ്റ്. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യത്തെ ഉൽപ്പന്നം ഏതാണ്? ചൂയിങ്കം ആണ്. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം ചൂയിങ്കം. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയ കാലഘട്ടം നവീന ശിലായുഗമാണ്. നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയത്. ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യം അറിയപ്പെടുന്നത് സൈബർ ബുള്ളിയിങ് എന്നാണ്. സൈബർ ബുള്ളിയിങ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ബാലാമണി അമ്മ. 1994 ബാലാമണി അമ്മ. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്ത പ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം പാൻജിയ. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്ത പ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡമാണ് പാൻജിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ എടുക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. മാതംഗലീല ഏത് മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? മാതംഗലീല എന്നത് ആനയെ സംബന്ധിച്ച ഗ്രന്ഥമാണ്. ആന.
ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? മാതംഗലീല. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ഓസിലോസ്കോപ്പ്. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം. നീർമഹൽ ജല ഉത്സവം നടക്കുന്നത് ത്രിപുരയിലാണ്. ത്രിപുര. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ത്രിപുര. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം. ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഈ ക്ലാസ്സിലെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം കമന്റ് ചെയ്യുക. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം ഏത്? ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ഫസൽ അലി. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. DNA പൂർണ്ണരൂപം. DNA പൂർണ്ണരൂപമാണ് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയശിലകൾ. ആഗ്നേയശിലകൾ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയശിലകൾ. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 ഓസോൺ ദിനം. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നതമായ പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. ഗോദവർമ്മ രാജ പുരസ്കാരം. GV രാജ പുരസ്കാരം. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ്. അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. ചെമ്പ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത്. ബ്രൗൺ കോൾ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ കോൾ എന്ന് അറിയപ്പെടുന്നത്. ലിഗ്നൈറ്റ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ല. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കാടകം സത്യാഗ്രഹം നടന്ന ജില്ല ഏത്? കാടകം സത്യാഗ്രഹം നടന്ന ജില്ല. സത്യാഗ്രഹം നടന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാടകം സത്യാഗ്രഹം കാസർഗോഡ് ജില്ല. ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സുരക്ഷായാനം? സുരക്ഷായനം എന്നത്. സുരക്ഷായനം എന്നത് ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താണ്? സുരക്ഷായനം. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ്. അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? അമിത ഭാരമില്ലാത്ത പഠനം. അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിനെയാണ് അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികളാണ് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ.
സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായത് 1962 സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്നത് ആരുടെ കൃതിയാണ്? റേച്ചൽ കാഴ്സന്റെ കൃതിയാണ്. പ്രസിദ്ധീകൃതമായ വർഷം 1962. ഡ്രൈ ഡേ ആചരണം എന്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? ഡ്രൈ ഡേ ആചരണം കൊതുക് നശീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്ലിംഗ് പദം ഏതാണ്? കാസ്ലിംഗ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാസ്ലിംഗ് എന്ന പദം. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ്. ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ചത് ആരാണ്? ശങ്കർ ഗുഹ നിയോഗിയാണ്. ശങ്കർ ഗുഹ നിയോഗിയാണ് ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ചത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ലയിപ്പിച്ചത് ഏത് പദ്ധതിയുമായിട്ടാണ്? സർവശിക്ഷ അഭിയാനുമായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ലയിപ്പിച്ചത്. സർവശിക്ഷ അഭിയാൻ. OV വിജയന്റെ ആദ്യ നോവൽ ഏത്? OV വിജയന്റെ ആദ്യ നോവൽ ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ നോവലാണ്? OV വിജയന്റെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം എന്നത് OV വിജയന്റെ ആദ്യ നോവൽ ആണ്. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് ആര്? ഗാന്ധാരി ഇൻ ബാൽക്കണി നന്ദലാൽ ബോസ് ആണ്. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്നത് റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ ആണ്. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസമാണ് ടിക്മോട്രോപിസം. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം ടിക്മോട്രോപിസം. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് ആരണ്യകം. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് ആരണ്യകം. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു എന്നതാണ് പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം. മർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തിളനില കൂടുന്നു. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറം. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറമാണ് പുറക്കാട് കടപ്പുറം. ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ച വർഷം. ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ചത് 1882 ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ച വർഷം 1882. ഖരാവസ്ഥയിലുള്ള ഹാലജൻ. ഖരാവസ്ഥയിലുള്ള ഹാലജൻ അയഡിൻ. ഖരാവസ്ഥയിലുള്ള ഹാലജൻ ഏതാണ്? അയഡിൻ. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തു. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ആര്? നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ തോമസ് ഓസ്റ്റിൻ. തോമസ് ഓസ്റ്റിൻ. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് തോമസ് ഓസ്റ്റിൻ. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത്. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന് പേരിനർത്ഥം വരുന്ന മൂലകം. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന് പേരിനർത്ഥം വരുന്ന മൂലകമാണ് ആന്റിമണി. ആന്റിമണി. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന് പേരിനർത്ഥം വരുന്ന മൂലകം ഏതാണ്? ആന്റിമണി. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി. പുസ്തകത്തിന്റെ പേര്, കൃതിയുടെ പേരെന്താണ്? കിസാൻ പാഠപുസ്തകം. കിസാൻ പാഠപുസ്തകം രചിച്ചത്
സി അച്യുത മേനോൻ ആണ്. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? സി അച്യുത മേനോൻ. സി അച്യുത മേനോൻ. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ദാമൻ ഗംഗ എന്ന പദ്ധതി ഗുജറാത്തിലാണ്. ദാമൻ ഗംഗ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത്. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായിട്ട് പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്? പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. കരൾ. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഏതസ്ഥിയാണ്? ഹയോയിഡ് അസ്ഥി. ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത് താടിക്കും കഴുത്തിനും ഇടയിലാണ്. താടിക്കും കഴുത്തിനും ഇടയിലാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത്. താടിക്കും കഴുത്തിനും ഇടയിൽ. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതി? ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതതല സമിതിയാണ് പ്രവര പരിഷത്ത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമരം? ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമരമാണ് മുത്തങ്ങ സമരം. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമരം ഏതാണ്? മുത്തങ്ങ സമരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ ഡിഗ്ബോയ് ആണ്. ആസാമിലെ ഡിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ. എവിടെയാണ്? ആസാമിൽ. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ ഏതാണ്? ആസാമിലെ ഡിഗ്ബോയ് ആണ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ.എം. പണിക്കർ ആണ്. സർദാർ കെ.എം. പണിക്കർ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പാണ്. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം? സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? ലൈസോസോം ആണ്. ലൈസോസോം ആണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. ലൈസോസോം. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ? കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയ. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് എന്താണ്? ക്രോമാറ്റിൻ ജാലികയാണ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. ട്രാക്കികാർഡിയ എന്നാൽ എന്ത്? ട്രാക്കികാർഡിയ എന്നാൽ കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പാണ് ട്രാക്കികാർഡിയ. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം? ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലമാണ് ഘർഷണബലം. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഏതാണ്? ഘർഷണബലമാണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? അയൺ പൈറൈറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. അയൺ പൈറൈറ്റ്സ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് നെല്ല്.
ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശില ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് തരം ശിലകളാണ്? കായാന്തരിത ശിലയാണ്. കായാന്തരിത ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കായാന്തരിത ശില. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ്? ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ്. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്നത് എവറസ്റ്റ് കൊടുമുടിയാണ്. എവറസ്റ്റ് കൊടുമുടി. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം ഏതാണ്? ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്നത് മഞ്ഞയാണ്. മഞ്ഞ. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ ആണ്. 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടി. 29,032 അടി. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം മഹാപരിനിർവാണ ദിവസമായിട്ട് ആചരിക്കുന്നു. മഹാപരിനിർവാണ ദിവസ്. പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യമാണ് സെറിസിൽ എന്നത്. സെറിസിൽ. പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യമാണ് സെറിസിൽ. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ്. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് വെബർ ആണ്. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് ആണ് വെബർ. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല എന്നാണ്. ത്രിഫല എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? കടുക്ക, താനിക്ക, നെല്ലിക്ക. കടുക്ക, താനിക്ക, നെല്ലിക്ക എന്നിവയാണ് ത്രിഫല എന്ന് അറിയപ്പെടുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. തലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന ശില്പം. ചലിക്കുന്ന ശില്പം ഒഡീസിയാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4 ആണ്. ജൂലൈ 4. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.